ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ വീട്ടിൽ ഓർക്കുക എൻ പ്രിയരേ, ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ.
യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. നാളുകളേറെ ഞാൻ ഈ വഴിയിൽ യാത്രകൾ ചെയ്തല്ലോ, നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു, തിരികെ വരില്ല ഞാൻ. സമ്പാദ്യങ്ങൾ സകലതുമിവിടെ കൈവെടിയുന്നു ഞാൻ. കൈകളിലൽപ്പം ധനമില്ലാതെ പോകുന്നീ വഴിയിൽ. കാത്തിടുമെന്നെ ഈശ്വരനെന്നും അവനെൻ ധനമല്ലോ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. ലോകസുഖങ്ങൾ തേടി നടക്കും എന്നുടെ സ്നേഹിതരെ, ശാശ്വത ശാന്തി നൽകുകയില്ലവ എന്നോർത്തിടു നിങ്ങൾ. എന്നുടെ അനുഭവം അത് വച്ചിന്നിവ ചൊല്ലിയിടുന്നു ഞാൻ. മണ്ണിൽ ജീവിച്ചിടും നാളിൽ നന്മകൾ ചെയ്തിടിൽ. വിണ്ണിൽ ഈശ്വര സവിധേ നിങ്ങൾ സമ്മാനിതരാകും. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. സ്നേഹിതരേ, സോദരരേ, കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥനയിൽ എന്നെ കനിവോടെ. വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടിന്നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ. കരുണയുടെ നിർത്തണമേ നല്ലവരത്തു ഫലം പാകേ. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ.
ജീവിക്കുന്നവരഭയം നീ നൽകണമേ മൃതനായുസ്സും. ആനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം.
പാപമോചനത്തിന് പകരുന്നല്ലോ എന്റെ പ്രിയക്ഷന്റെ വാഗ്ദാനത്തിലാകുന്നു കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ കാത്തിരിക്കുന്നു പൂർണ്ണമായ രക്ഷയും അവരുടെ കണ്ടാകുന്നു പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? മാറാത്ത വ്യാധിയാൽ നീറും ശരീരത്തിൽ സൗഖ്യം പകരുവാൻ വരുമോ? നൈരാശ്യമേറി ഞാൻ കാണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ?
നൈരാശ്യമേറി ഞാൻ താണടിഞ്ഞിടവേ ആനന്ദമായി നീ വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് എപ്പോഴുണ്ടായിരിക്കട്ടെ. വിശുദ്ധന്മാരെ രക്ഷണമിയാൾക്കു നൽകാം. വരുവിൻ മാനവവൃന്ദമിയാളെ Nityamada Visra
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 8-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളാണെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ അവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ദൈവവചനമാണ് നാം കേട്ടത്. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ സങ്കേതമാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിനോട് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു, അവിടുത്തെ മാധുര്യം ആസ്വദിക്കുവാനും അവിടുത്തെ ഭവനം കാണാനും എൻ്റെ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ ഭവനത്തിൽ വസിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവേ, എൻ്റെ നിലവിളിയുടെ സ്വരം കേൾക്കണമേ. എൻ്റെ മേൽ കൃപയുണ്ടായി എന്നെ ശ്രമിക്കണമേ. എൻ്റെ മുഖം അങ്ങയെ അന്വേഷിക്കുന്നു. അങ്ങയുടെ തിരുമുഖം എന്നിൽ നിന്ന് മറക്കരുത്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ ധൈര്യപൂർവ്വം ശരണം വയ്ക്കുക. സുശക്ത ഹൃദയനായിരുന്ന കർത്താവിൽ ശരണം വയ്ക്കുക. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവിന് എവിടെ പോകുന്ന അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും, എന്നിലൂടെയല്ലാതെ ആരും പിതാവിന്റെ അടുത്തേക്ക് വരുന്നില്ല. ദൈവ വചനമാണ് നാം കേട്ടത്.
സംഗീതത്തിന് നമ്മൾ പ്രാർത്ഥിച്ച് ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഇവരെ അങ്ങേക്ക് തോമച്ചന്റെ പ്രാർത്ഥന കേട്ട നിമിഷങ്ങളായി ഇനിയൊരു ജീവിതകാലം മുഴുവൻ ദൈവത്തിന് മുമ്പിൽ ആയിരിക്കും. ലോകത്തിൻ്റെ കണക്കുകളല്ല, മരണവും ദുഃഖവും രോഗവും കണ്ണീരുമൊക്കെ ഒരുപാട് പറയുന്ന അനുഭവമുണ്ട്. കണ്ണീരും മരണവും ഇല്ലാതെ മാലാഖമാരെ പോലെ ദൈവസന്നിധിയിലായിട്ടുള്ള അനുഭവം. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ചില മരണം നമ്മളെ വേദനിപ്പിക്കുന്നു. പക്ഷേ ഓർമ്മിക്കുക, സന്യാസം ജീവിച്ച നിമിഷം തന്നെ, സ്വീകരിച്ച നിമിഷം തന്നെ ഈ മരണത്തിലേക്ക് ക്രിസ്തുവുമായിട്ടുള്ള ഈ ഒഴുപ്പിൻ്റെ മരണത്തിലേക്ക് കടന്നുപോയതാച്ച ശ്വാസ ഉയർത്തിയ അന്ന് മുതൽ, അപ്പം ഉയർത്തിയ അന്ന് മുതൽ ഈ മരണം ആരംഭിച്ചതാണ്, ഈ ജീവിത സമർപ്പണം ആരംഭിച്ചതാണ്. അതിൻ്റെ പൂർത്തീകരണം ഈ നിമിഷത്തിൽ നമ്മൾ കാണുക. ദൈവ കരങ്ങളിലാണ് തോന്നിച്ചത്, തമ്പുരാന്റെ കരങ്ങളിലാണ്. തിരുവചനം പറയുന്ന പ്രഭാഷണത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പോഷന്മാർ വിചാരിച്ചു അവർ മരിച്ചത്, പക്ഷേ സത്യത്തിൽ അവർ ദൈവ കരങ്ങളിലാണ്. ദൈവം ഉയർത്തിയ വിശുദ്ധ ഓസ്തിയായി ഇതാ തോമച്ചത്തിന്റെ നിമിഷം ഈ ദിവ്യ അൽത്താരിക്ക് ചുറ്റുമാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ഈ ഒരു അനുഭവത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസത്തിലായിരിക്കാൻ വേണ്ടിയിട്ട് വേദനിച്ചല്ല, സ്വർഗം തുറക്കുന്നത് കണ്ട് ദൈവം ഇടപെടുന്നത് കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ. പട്ടം കിട്ടിയ അന്ന് മുതൽ ഓടി നടന്ന് ദൈവരാജ്യം അവതരിപ്പിച്ചു, ദൈവം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, ഭാവികളോട് പാപം മോചിച്ചു, വേദനിക്കുന്നവരോട് ആശ്വസിപ്പിച്ചു. തമ്പുരാന്റെ രാജ്യം വളരണം, തമ്പുരാന്റെ രാജ്യം വളരണം. ഈശോയെ പോലെ ദൈവരാജ്യത്തിന് വേണ്ടി മാത്രം ജീവിച്ചു. ഇതാ തമ്പുരാന്റെ സ്വീകാര്യമായ വരിയായി തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ സമയമായി, ഇതാ ഞാൻ ബലിയർപ്പിക്കപ്പെടേണ്ട സമയമായി, ഞാൻ നല്ല ഓട്ടം ഓടി, ഇതാ എനിക്ക് വേണ്ടി ഇരിക്കണം കിരീടം കാണുവാനായിട്ട്. ഇത് വേദനയുണ്ടെങ്കിലും നമുക്ക് ആനന്ദത്തിന് നിമിഷമാവട്ടെ. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കൊച്ചു ഈ അച്ഛൻ ഈ സഭയ്ക്ക് അനുഗ്രഹമാകും. കുറച്ച് നാളുകൾ ജീവിച്ചിരുന്നത് എന്നതിനേക്കാൾ കൂടുതൽ ഈ സഭയ്ക്ക് ഇവിടുത്തെ ദൈവവിളികൾ നടത്തിക്കാൻ പോവാണ്. തമ്പുരാന്റെ പ്രത്യേക മധ്യസ്ഥം, ഈ മകനിൻ്റെ മധ്യസ്ഥതയായിട്ട് തമ്പുരാന്റെ വലിയ കാര്യം ഈ സമൂഹത്തിലേക്ക് ഒഴുകിയ സഭയുടെ സഭയോടുള്ള ഇവിടെ ഒരുപാട് സഹായിക്കാൻ വരുന്ന അച്ഛൻ, ധ്യാനാവസരങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വരുന്ന അച്ഛൻ, പല അച്ഛന്മാരുടെയും പ്രോത്സാഹനക്കാരെ കൂടിയായി തോന്നിച്ചത് നോമ്പരവിടെ നമ്മുടെ തൊട്ടടുത്ത സ്ഥാപനം കൂടിയാണല്ലോ. പിതാവൊക്കെയുള്ള വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ വല്ലാത്ത വേദന, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളെ അറിയിക്കുകയും ഒപ്പം തന്നെ വേദനകളെയും നമുക്ക് കർത്താവിനെ ആശ്വസിക്കാം. തിരുവചനം പറഞ്ഞതുപോലെ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രിയപ്പെട്ട പ്രവചനം സ്വന്തമാണ് തോന്നുകൊടുക്കട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനകളിലായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഈ പ്രവചനത്തിലെ പ്രവചനത്തിനോട് സഹോദരം അച്ഛനെ ഇവിടെയായിരുന്ന എല്ലാവരോടുമുള്ള ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുകയും പ്രാർത്ഥനകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ഒന്നിച്ച് വിശ്വസിക്കാം. ദൈവം നമുക്ക് സ്വർഗ്ഗമാണ്. സഹോദരങ്ങളെ, നമ്മെ പിരിഞ്ഞു പോയ പ്രിയ പ്രവചന്റെ ആത്മാവിന് നിത്യസ്ഥാനം നൽകുവാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ദരിദ്രനായ ഞങ്ങളുടെ വൈദിക സഹോദരന് പാപങ്ങളിൽ നിന്ന് മോചനവും അങ്ങയുടെ രക്ഷാന്തരവാകുന്ന സന്തോഷത്തിൽ പങ്കാളിത്തം ലഭിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, മഗ്ദലന മറിയത്തിന് പാപപ്രതിയും ലാസറിന് പുനർജന്മവും നൽകിയ ക്രിസ്തുനാഥന്റെ കാരുണ്യാതിരേകം ഞങ്ങളുടെ ഈ സഹോദരൻ ടോമച്ചന് ലഭിച്ച് അങ്ങയുടെ ജീവദായകമായ തിരുവായ്മൊഴി കേട്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിന്റെ ഉയർപ്പിൽ ഭാഗഭാക്കാകുമെന്ന പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ച ഈ സഹോദരന് നിത്യമായ ശാന്തിയും പ്രകാശവും കൽപ്പിച്ചരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നങ്ങയുടെ പുത്രൻ വാഗ്ദാനം ചെയ്ത നിത്യായുസ് ലഭിക്കുവാൻ ഈ സഹോദരന് അനുഗ്രഹമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ,
ജ്ഞാനസ്നാനത്താൽ മുദ്രിതവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവും ദിവ്യകാരുണ്യത്താൽ പരിപോഷിതവുമായ ഈ സഹോദരന്റെ ശരീരം അങ്ങയുടെ പുത്രന്റെ പ്രത്യാഗമന വേളയിൽ പുനർജീവൻ പ്രാപിക്കുവാൻ കൽപ്പിച്ചരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ ഈ സഹോദരൻ മാലാഖമാരോടും വിശുദ്ധരോടുമൊത്ത് സ്വർഗത്തിൽ അനവരതം അങ്ങയുടെ തിരുമുഖം ദർശിച്ച് ആനന്ദിക്കുവാൻ അനുഗ്രഹമരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈഗത്തിൽ വിശുദ്ധ പൗരോഹിത്യത്താൽ അലങ്കൃതനായ പ്രിയപ്പെട്ട ടോമച്ചൻ പരത്തിൽ സ്വർഗീയ മഹിമയുടെ പരിവേഷമണിഞ്ഞ് അനവരതം ആനന്ദിക്കുവാൻ അനുഗ്രഹമുള്ളതാണ്. ആവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാമം നൽകണമേ. ആത്മാവും സകല പരിശുദ്ധാത്മാവിന്റെ ആത്മാക്കളും കർത്താവിന്റെ കാരണത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ തത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുണങ്ങാൻ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും വെള്ളത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ